യോഗ്യൻ വി.ഡി. സതീശൻ. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ വരണമെന്ന ആവശ്യത്തിന് പിന്തുണയുമായി പ്രമുഖ കവി കൽപ്പറ്റ നാരായണൻ. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ ഹൈക്കമാൻഡ് കാട്ടുന്ന കാലതാമസം വൻ ഭൂരിപക്ഷം നൽകി UDF-നെ വിജയിപ്പിച്ച ജനങ്ങളെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി.ഡി. സതീശൻ തികച്ചും യോഗ്യനാണ്. തിരഞ്ഞെടുപ്പിൽ മുന്നണി നേതൃത്വം നയിക്കുന്ന ഘടകങ്ങളെല്ലാം കൃത്യമായിരുന്നു. UDF-ന്റെ ഈ വിജയം ഒരു വിസ്മയമല്ല, മറിച്ച് ജനങ്ങൾ ആഗ്രഹിച്ച മാറ്റമാണ്. ഇത്രയും വലിയ വിജയം സമ്മാനിച്ച ജനങ്ങളോട് ശരിയായ സമീപനമല്ല ഇപ്പോൾ നേതൃത്വം സ്വീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് കാഴ്ചവെച്ച ആത്മാർത്ഥമായ പ്രവർത്തനത്തെയും നേതൃത്വം വിസ്മരിക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വയനാട് DCC ഓഫീസിന് സമീപവും പ്രിയങ്ക ഗാന്ധിയുടെ മുക്കത്തെ ഓഫീസിന് മുന്നിലുമാണ് ഇംഗ്ലീഷിലുള്ള പ്രതിഷേധ പോസ്റ്ററുകൾ പതിപ്പിച്ചത്. മാത്രമല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ നിയമിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി മുസ്ലിം ലീഗ് നേതൃത്വം. കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഫോണിൽ വിളിച്ച് അഭിപ്രായം തേടിയപ്പോഴാണ് ലീഗ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രി പ്രഖ്യാപനം നീണ്ടുപോകുന്നതിൽ ലീഗ് നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. ഈ സാഹചര്യത്തിൽ ഭാവി നിലപാടുകൾ ചർച്ച ചെയ്യാൻ ഇന്ന് രാവിലെ 10 മണിക്ക് പാണക്കാട് അടിയന്തര യോഗം ചേർന്നിരുന്നു. ഹൈക്കമാൻഡ് തീരുമാനം സതീശന് വിരുദ്ധമായാൽ സ്വീകരിക്കേണ്ട നടപടികളെ കുറിച്ചാകും പ്രധാന ചർച്ച. മുഖ്യമന്ത്രി ആരാകണമെന്നതിൽ ഉടൻ തീരുമാനമുണ്ടായില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ലീഗ് MLA-മാരും നേതാക്കളും ഇതിനോടകം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനിടെ വയനാട്ടിലും കോഴിക്കോടും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെ വ്യാപകമായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. കേരളം മറ്റൊരു അമേഠിയായി മാറും, സുരക്ഷിത സീറ്റ് തേടി ഇനി ഇങ്ങോട്ട് വരേണ്ടതില്ല എന്നാണ് പോസ്റ്ററുകൾ മുന്നറിയിപ്പ് നൽകുന്നത്. കൽപ്പറ്റ DCC ഓഫീസിന് സമീപവും മുക്കത്തെ പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിന് മുന്നിലുമാണ് ഇംഗ്ലീഷിലുള്ള പോസ്റ്ററുകൾ പതിപ്പിച്ചത്. KC വേണുഗോപാലെ ലക്ഷ്യം വെച്ചും പോസ്റ്ററുകളിൽ വിമർശനമുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള അവസാനവട്ട ചർച്ചകൾക്ക് ശേഷം ഇന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടായേക്കും. KC വേണുഗോപാൽ, വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരുടെ അവകാശവാദങ്ങളും നിരീക്ഷകരുടെ റിപ്പോർട്ടും പരിശോധിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനം. ഘടകകക്ഷികളുമായി രാഹുൽ ഗാന്ധി നേരിട്ട് സംസാരിക്കുമെന്നാണ് സൂചന. അതേസമയം വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് സംസ്ഥ ആവശ്യപ്പെട്ടതായി വന്ന വാർത്തകൾ വ്യാജമെന്ന് സംസ്ഥ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആണെന്നും മുഖ്യമന്ത്രി ആരായാലും കുഴപ്പമില്ലെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രതികരിച്ചു. വിജയിച്ച 63 കോൺഗ്രസ് സ്ഥാനാർത്ഥികളും മുഖ്യമന്ത്രിയാവാൻ യോഗ്യരാണ്. മുഖ്യമന്ത്രി ആരായാലും സമസ്തയെ സഹായിക്കുമെന്ന് ഉറപ്പാണ്. ആരും മുഖ്യമന്ത്രിയായാലും സമസ്തയെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കൂട്ടിച്ചേർത്തു. 102 സീറ്റുകളുമായി UDF വിജയിച്ചിട്ടും കോൺഗ്രസിലെ തുടരുന്ന മുഖ്യമന്ത്രി തർക്കത്തിൽ രൂക്ഷ വിമർശനവുമായി സമസ്ത മുഖപത്രം സുപ്രഭാതം കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. കോൺഗ്രസിനെ ജയിപ്പിച്ചു വിട്ടവരോട് പ്രതിപത്തിയില്ലെന്നും പാർട്ടിക്കുള്ളിലെ തർക്കങ്ങൾ തീർക്കാൻ ശേഷിയുള്ള നേതൃത്വമില്ലെന്നും സംസ്ഥാന മുഖപത്രം സുപ്രഭാതം കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത് വൈകിപ്പിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയും കേന്ദ്ര നേതൃത്വത്തിന്റെ കഴിവില്ലായ്മയുമാണ്. ഭരണമാറ്റത്തിന് വോട്ട് ചെയ്തവരെ കോൺഗ്രസ് പരിഹസിക്കുകയാണ്. നേതാക്കളെ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത നേതൃത്വമാണോ അതോ നേതൃത്വത്തിന് വഴിപ്പെടാത്ത നേതാക്കളാണോ പ്രശ്നമെന്നും സുപ്രഭാതം ചോദിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.